അൻവറിനെതിരെ പോർമുഖം തുറന്ന് CPIM. അൻവറിന് സ്ഥാപിത താൽപര്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. പരസ്യ പ്രസ്താവന നടത്തിയത് സാമാന്യ മര്യാദ പാലിക്കാതെയെന്നും വിമർശനം. പാർട്ടിയും സർക്കാരിനെയും തകർക്കാനാകില്ലെന്നും പാർട്ടി മുഖപത്രത്തിൽ MP ഗോവിന്ദൻ. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സിദ്ദിഖ്. ചോദ്യം ചെയ്യലിനായി എത്തിയേക്കുമെന്ന് സൂചന. തുടർ നടപടികളിൽ ഇന്ന് തീരുമാനം. 56 വർഷങ്ങൾക്ക് മുൻപ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് ലഡാക്കിലെ മഞ്ഞുപാളികളിൽ നിന്ന്. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 40 മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ. ഫലപ്രഖ്യാപനം ഒക്ടോബർ 8-ന്. അതിർത്തികളിലടക്കം കനത്ത സുരക്ഷ. ജനാധിപത്യത്തിന്റെ ഉത്സവം വിജയിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി. കർണാടകയിലെ മുഡാഭൂമി കുംഭകോണ കേസിൽ വിവാദ ഭൂമി തിരികെ നൽകി സിദ്ധരാമയ്യയുടെ ഭാര്യ. തിരികെ നൽകിയത് BN പാർവതിയുടെ പേരിൽ പതിച്ചു നൽകിയ ഭൂമി. നീക്കം സിദ്ധരാമയ്യക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. ലെബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിത ആക്രമണമെന്ന ഇസ്രായേൽ. കരയുദ്ധത്തിന് തയ്യാറെന്ന് ഹിസ്ബുള്ള. സിറിയയിലും ഇസ്രായേൽ ആക്രമണം.